സ്റ്റേഷനിലേക്ക് ഇരച്ചുകയറി സൈനികർ. ജമ്മുവിൽ കരസേനയുടെ കമാൻഡിംഗ് ഓഫീസർ അടക്കം 40ഓളം സൈനികർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. 17 രാഷ്ട്രീയ റൈഫിൾസിനെ കമാൻഡിംഗ് ഓഫീസർ കേണൽ എൻ അരുൺ ഗാന്ധി, മേജർ വികാസ് ശർമ്മ, സാഹിബ് സുബേദാർ ശങ്കർ ഗുർഖെ എന്നിവരടക്കം 40ഓളം സൈനികർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും പൊതുസ്വത്തിന് നാശം വരുത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗതാഗതം ലംഘിച്ചുവെന്നാരോപിച്ച് കരസേന ഉദ്യോഗസ്ഥന്റെ സ്വകാര്യ വാഹനം പോലീസ് പിടിച്ചെടുത്തതിനെ ചൊല്ലിയാണ് അസാധാരണ സംഭവം അരങ്ങേറിയത്. ബുധനാഴ്ച കിഷ്ത്വാർ ജില്ലയിലെ അത്തോലി പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. ലാത്തിയും ഇരുമ്പ് കമ്പിയും മറ്റ് ആയുധങ്ങളുമായി എത്തിയ സംഘം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആസൂത്രിത ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ ആരോപിക്കുന്നു. ഡിഎസ്പി വിജയ് കുമാർ ഭഗത്, SHO അമൃത് ഖഡോച്ച് എന്നിവർക്ക് മർദ്ദനമേറ്റതായി എഫ്ഐആറിൽ പറയുന്നുണ്ട്. മേജർ വികാസ് ശർമ്മ, സാഹിബ് സുബേദാർ ശങ്കർ ഗുർഖെ എന്നിവരുടെ നേതൃത്വത്തിൽ 17 രാഷ്ട്രീയ റൈഫിൾസിലെ 40ഓളം വരുന്ന സൈനികർ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നുവെന്നും സ്റ്റേഷൻ അമൃത് ഖഡോച്ച് ആരോപിക്കുന്നു. സൈനികർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ ആക്രമിച്ചതായും സ്റ്റേഷന് നാശമുണ്ടാക്കിയതായും അദ്ദേഹം ആരോപിച്ചു. സൈനികർ തന്നെ മർദ്ദിച്ചുവെന്നും യൂണിഫോം വലിച്ചു കീറിയതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർ സുരേഷ് കുമാറിനെ സർവീസ് റൈഫിൾസ് ഉപയോഗിച്ച് ആക്രമിച്ചതായും ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റതായും എഫ്ഐആറിലുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അസിസ്റ്റന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സ്റ്റേഷൻ പരിസരത്ത് വെച്ച് മർദ്ദനമേറ്റതായും പോലീസ് ആരോപിച്ചു. വധശ്രമമടക്കം വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം സംഭവത്തെക്കുറിച്ച് പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും കരസേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ സുനീർ ബർത്വാൾ അറിയിച്ചു. മാത്രമല്ല, കിജായിലെ 17 രാഷ്ട്രീയ റൈഫിൾസ് ക്യാമ്പിൽ നിന്നുള്ള മേജർ വികാസ് ശർമ്മയുടെയും സാഹിബ് സുബേദാർ ശങ്കർ ഗുർഖയുടെയും നേതൃത്വത്തിൽ ഏകദേശം 30 മുതൽ 40 വരെ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷൻ പ്രധാന ഗേറ്റും അതിർത്തി മതിലും ചാടിക്കടന്ന് ബലമായി അകത്തു കടന്നതായി കൊട്ടാച്ച് ആരോപിച്ചു. ലാത്തികൾ, ഇരുമ്പ് ദണ്ഡുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവയുമായി സംഘം സായുധരായിരുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ആക്രമണം നടത്തിയെന്നുമാണ് എഫ്ഐആർ പറയുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സൈനികർ ആക്രമിച്ചുവെന്നും സ്വത്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തിയെന്നും സംഭവത്തെക്കുറിച്ച് അറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷനിലെത്തിയ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചെന്നും SHO ആരോപിക്കുന്നുണ്ട്. ഏറ്റുമുട്ടലിനിടെ തന്നെ ശാരീരികമായി ആക്രമിച്ചുവെന്നും യൂണിഫോം കീറിപ്പോയെന്നും കൊട്ടാച്ച് അവകാശപ്പെട്ടു. സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ വിജയ് കുമാർ ഭഗത്തിനും മർദ്ദനമേറ്റതായും സർവീസ് റൈഫിളിന്റെ പിൻഭാഗം കൊണ്ട് കഴുത്തിലടിയേറ്റതിനെ തുടർന്ന് സ്പെഷ്യൽ പോലീസ് ഓഫീസർ സുരേഷ് കുമാറിന് ഗുരുതരമായി പരിക്കേറ്റതായും എഫ്ഐആർ പറയുന്നു. മറ്റ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിലുണ്ട്. കിഷ്ത്വാറിലെ അസിസ്റ്റന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെയും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയും സ്റ്റേഷൻ വളപ്പിനുള്ളിൽ വെച്ച് ആക്രമിച്ചതായും പോലീസ് ആരോപിക്കുന്നു. പരാതിയിൽ പറയുന്നത് ആക്രമികൾ RTO, SDPO, SHO എന്നിവരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി ഔദ്യോഗിക വാഹനങ്ങൾ നശിപ്പിച്ചു. പോലീസ് സ്റ്റേഷന്റെ പ്രധാന ഗേറ്റും മറ്റ് സർക്കാർ സ്വത്തുക്കളും നശിപ്പിച്ചു. നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം, ക്രിമിനൽ അതിക്രമം, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ, പൊതുപ്രവർത്തകരെ ആക്രമിക്കൽ, കൊലപാതക ശ്രമം, ക്രിമിനൽ ഭീഷണി, പൊതുമുതൽ നശിപ്പിക്കൽ, പൊതുസ്വത്തിന് നാശനഷ്ടം തടയൽ, നിയമത്തിലെ വകുപ്പുകൾ എന്നിവയുൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിലെ ഒന്നിലധികം വകുപ്പുകൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമാൻഡിംഗ് ഓഫീസർ കേണൽ എൻ അരുൺ ഗാന്ധി, മേജർ വികാസ് ശർമ്മ, നായിബ് സുബേദാർ ശങ്കർ ഗുർഖെ, ശിപായിമാരായ രാജ്കുമാർ, രാഹുൽ കുമാർ, അനൂപ് സിംഗ്, ഓംകാർ ഇംഗലെ എന്നിവരും അജ്ഞാതരായ നിരവധി സൈനികരും എഫ്ഐആറിൽ പേരുണ്ട്. ആരോപണങ്ങൾക്ക് മറുപടിയായി സ്ഥാപിതമായ സ്ഥാപന സംവിധാനങ്ങളിലൂടെ വിഷയം പരിശോധിച്ചു വരികയാണെന്നും സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ സുനീർ ബർത്വാൾ പറഞ്ഞു. കിഷ്ത്വാറിലെ അത്തോലിയിൽ ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയം. ഉചിതമായ സ്ഥാപന സംവിധാനങ്ങൾ വഴി വിഷയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപ്രക്രിയയിൽ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സഹകരണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംയുക്ത അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഏത് നടപടിയും സ്വീകരിക്കുമെന്നും അന്വേഷണം പുരോഗമിക്കുന്നതുവരെ കൂടുതൽ അഭിപ്രായം പറയുന്നത് അകാലമായിരിക്കുമെന്നും ബർത്വാൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.